Unacademy. Let's crack it. For an aqueous solution, if molality is given, molality തന്നിട്ടുണ്ടെങ്കിൽ, for example, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. If an aqueous solution is 1 molar, what is its mole fraction? If an aqueous solution is 1 molar, what is its mole fraction? Option A 0.036, option B 0.018, option C 0.009, option D 0.072 ഇരിക്കട്ടെ. ചില ആൾക്കാർ ബുദ്ധിപരമായി ചിന്തിക്കുന്നുണ്ടാവും, ഞാനിവിടെ കുറെ സമയം എടുത്തതുപോലെ അഭിനയിച്ചു, അപ്പൊ ഈ ഡി ആയിരിക്കും ശരി ഉത്തരം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ചിന്താഗതിയൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്നതാണ്. പക്ഷേ അതൊക്കെ ഒഴിവാക്കിക്കോ, നിങ്ങളെക്കാളും വലുത് നമ്മൾ കണ്ടതാണ്. എങ്കിൽ ഇഫ് an aqueous solution is 1 molar, molality 1 ആണെങ്കിൽ take 1 kilogram solvent. എന്തിനാ 1 kilogram solvent എടുക്കുന്നത്? Why am I taking 1 kilogram solvent? Because the definition of molality is it is the number of moles of solute present in നിങ്ങൾ എന്നോടൊപ്പം പറയണ present in 1 kilogram of solvent. It is the number of moles of solute present in 1 kilogram of solvent. അപ്പോൾ നിങ്ങൾ 1 kilogram solvent എടുത്തു കഴിഞ്ഞാൽ അവിടെ number of moles of solute എന്ന് പറയുന്നത് molality ആയിരിക്കും. molality ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 1 ആണെന്നാണ്. അപ്പോൾ molality equal to 1 എങ്കിൽ what will be the number of moles of solvent? Number of moles of solvent എങ്ങനെ കണ്ടുപിടിക്കാം? WA divided by MA. WA 1 kilogram എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1000 gram ആണ്. കാരണം നിങ്ങൾ എടുത്തിരിക്കുന്ന 1 kilogram solvent ആണ്. 1 kilogram solvent is nothing but 1000 gram of solvent divided by molar mass of solvent. വാട്ടറിന്റെ molar mass എന്താ? 18,000 by 18 എന്തായിരിക്കും? 55.5 ആണ്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് 55.5. Then mole fraction chi2 can be calculated as chi2 or chi b can be calculated as NB by NA plus NB. ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ chi b will be equal to NB എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്താണ്? 1 ആണ്. 1 by 1 plus 55.5. This will be 1 by 56.5. ഇവിടെ നിങ്ങൾ കറക്റ്റ് കാൽക്കുലേഷൻ ആവശ്യമില്ല. കാരണം എന്താണെന്നറിയോ? 1 by 50 ആയിരുന്നെങ്കിൽ if the value was 1 by 50, answer would be 0.02. 1 by 56.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഇതിനേക്കാൾ കുറച്ച് ഗ്രേറ്റർ ആണ്. അപ്പൊ ആൻസർ 0.02നേക്കാൾ സ്ലൈറ്റ്ലി ലെസ് ആയിരിക്കും. സ്ലൈറ്റ്ലി ലെസ് ദാൻ 0.02 is correctly represented in 0.018. നിങ്ങൾ എക്സാക്ട് വാല്യൂ കാൽക്കുലേറ്ററിൽ അടിച്ചാലും 0.018 തന്നെ കിട്ടും. ബട്ട് for your exam you are not having a calculator. നിങ്ങൾ കാൽക്കുലേറ്റർ ഇല്ല. അപ്പൊ കാൽക്കുലേറ്റർ ഇല്ലാത്ത സമയത്ത് ചുമ്മാ അങ്ങ് സമയം കളയണ്ട. കാൽക്കുലേഷൻ ചെയ്തിട്ട് ഇതുപോലെ റീസണിംഗ് ഉപയോഗിച്ചിട്ട് യൂസ് മാത്തമാറ്റിക്കൽ റീസണിംഗ് to come to the conclusion that answer is option B. Let's crack it.